ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കൽക്കി കണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കൽക്കിയുടെ റിവ്യൂ ആണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സോറി. കാര്യം ഞാൻ കൽക്കി വളരെ ലേറ്റായിട്ടാണ് മൂവി റിവ്യൂ ചെയ്യുന്നത്. കാര്യം കഴിഞ്ഞ ആഴ്ച ആക്ച്വലി ഞാൻ ഫസ്റ്റ് വ്യാഴാഴ്ച 9:30 ഷോയ്ക്ക് ബുക്ക് ചെയ്തതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പനി അടിച്ച് വൻ കിടപ്പായിരുന്നു. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പോകാൻ കാണാനും പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. റിക്കവറായി വരുന്നേ ഉള്ളൂ, തൊണ്ട പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം ഗൈസ്. മൂവി ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, മൂവി ഒരു രക്ഷയില്ല. നല്ല കീട്ടുകാച്ചിപ്പടം, നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്കൊക്കെ തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. ആക്ച്വലി ഗൈസ്, നമ്മൾ ഈ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു 2-3 ഫേസ് ആയിട്ടായിരിക്കും. ഓക്കെ, അവസാനം ഞാൻ പറയുന്നതായിരിക്കും എത്രയാണ് ഈ മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്നുള്ളത്. അപ്പം അതിനു മുന്നേ നമുക്ക് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഈ കൽക്കി സിനിമ എന്നുള്ളതും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്നുള്ളതും ബാക്ക്ഗ്രൗണ്ടും. ഓക്കെ, ഇപ്പോൾ ഈ കൽക്കി എന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പേര് പോലെ തന്നെ മഹാഭാരതം, കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം കൽക്കിയുടെ അവതാരം, അതിനെപ്പറ്റിയൊക്കെ ഉള്ളൊരു മൂവി തന്നെയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം സ്പോയിലറായി പോകും, അതുകൊണ്ട് അതിനോട്ട് കൂടുതൽ പോകുന്നില്ല. ഇനി പറയാനുള്ളത്, മൂവി മാസ്റ്റർ പീസാണ്. പക്ഷേ നമ്മുടെ ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ പക്ഷേ പ്രഭാസ് വളരെ ശോകമാണ്, പറയാതിരിക്കാൻ വയ്യ. ഓവറാക്കി ചളവാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നളിയ, ആ തുടക്കത്തിലുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ സീൻസും സ്റ്റണ്ടും ഒക്കെ ഉണ്ട്. എന്ത് കാര്യത്തിനാണ് അങ്ങനെ അഭിനയിച്ചതെന്നോ, എന്തിനാണ് അങ്ങനെയൊക്കെ വെറുതെയാണ്. അത്രയും ക്ലാസ് ആയിട്ടെല്ലാം കാണിച്ചത്. അതായത് VFX ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ വൺ ക്ലാസ് ആണ്. നമ്മളെ ആ സ്റ്റോറിയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം വന്ന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ പൊളിയാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ക്ലാസ്സിലിങ്ങനെ വരുമ്പോഴാണ് പ്രഭാസിൻ്റെ എൻട്രി. ആ പ്രഭാസിൻ്റെ എൻട്രിയോടെ ആകെ മൊത്തം ശോകമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോകമായിട്ടുള്ള അഭിനയവും, പുള്ളിക്ക് പറ്റാത്തൊരു സാധനമാണ് പുള്ളി അവിടെ പിടിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അതുകൊണ്ട് പ്രഭാസ് വരുന്ന ഒരു കുറച്ചധികം സീരീസ് ഓഫ് ഇതുണ്ട്. പ്രഭാസ് വരുന്ന എല്ലാ സീൻസും ഒഴിച്ചു കഴിഞ്ഞാൽ, അതായത് ക്ലൈമാക്സിൽ എത്തുന്നതിന് തൊട്ടും, ക്ലൈമാക്സിൽ പൊളിയായിട്ടുള്ളൊരു സംഭവം അളിയൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്ലൈമാക്സ് എത്തുന്നതിന് മുന്നേ പ്രഭാസ് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, വളരെ ശോകമാണ്. പ്രഭാസ് മാത്രമാണ് ആ സിനിമയിൽ എനിക്ക് പറയാനുള്ളത്. പ്രഭാസ് അല്ല വേറെ ആരെങ്കിലും ആയിരുന്നു ഈ സിനിമ ചെയ്തിരുന്നെങ്കിൽ ഇതിനെ ഞാനൊരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തേനെ കേട്ടോ. ഇപ്പോൾ എനിക്കിത് 5 സ്റ്റാർ ഒന്നും കൊടുക്കാൻ പറ്റില്ല റേറ്റിങ്ങിലോട്ട്. പിന്നെ പോവാം, കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ഇത് തന്നെയാണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പം പ്രഭാസ് വളരെ ശോകമായിട്ടുള്ളൊരു അഭിനയമാണ് ഇതിനകത്ത് കാഴ്ചവെച്ചത്. പുള്ളി ഉദ്ദേശിച്ചത് നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയുടെ ക്രിസ് പാറ്റിൻ്റെയൊക്കെ ക്യാരക്ടറാണ് പുള്ളി പിടിക്കാൻ നോക്കിയത്, നടന്നില്ല. അതാണ് അതിനകത്തുള്ള കാര്യം. വളരെ ശോകമായിട്ട് പോയി, പുള്ളിയെ കൊണ്ട് പറ്റത്തില്ല അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ. ഇനി രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല കിണ്ണം കജ്ജ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ കൊടുത്ത് സിനിമ ഇങ്ങനെ ഹൈപ്പിൽ നിർത്തിയിട്ട് കുറച്ച് വൃത്തികെട്ട, എൻ്റെ അമ്മ ഒന്നും എനിക്കത് പറയാൻ വാക്കുകളില്ല. അത് ആ കൂതറത്തരത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള വാക്ക് കിട്ടാനില്ല. വളരെ കൂതറായിട്ടുള്ള കുറേ പാട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് കാര്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ പാട്ടുണ്ടാക്കിയത്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്കാണ് കേട്ടോ. പക്ഷേ ഈ സോങ്ങിലോട്ട് വരുമ്പം ഇപ്പോഴും 2024 കൂതറ തമിഴ് പാട്ടുകളുണ്ടല്ലോ, കുറേ തമിഴ് തെലുങ്ക് സോങ്സ് ഉണ്ടല്ലോ, ആ സെഗ്മെൻറ്റിൽ ആ ലെവലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല പാട്ട്, അതിൻ്റെ സോങ്സ്. അപ്പോൾ അതൊരു വളരെ വലിയൊരു ഡ്രോബാക്കാണ് ഇതിൻ്റെ സോങ്സ് വന്നിരിക്കുന്നതും. ആവശ്യമില്ലാത്തൊരു പാട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ പാട്ടിനകത്ത് എന്തിനാണ് അങ്ങനെ ഒരു പാട്ടെന്നോ അതൊന്നും പോട്ടെ, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശോകം, സീനിന് വേണ്ടി ഉണ്ടാക്കിയത് പാട്ടമാണ്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ദീപിക പദുക്കോൺ ആദ്യമായിട്ട് അഭിനയിക്കുന്ന നല്ലൊരു അഭിനയം കാഴ്ചവെച്ചൊരു സിനിമയാണിത് കേട്ടോ. നല്ല കിടുക്കാഴ്ചയായിട്ട് പുള്ളിക്കാരി ആ റോള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മഹാഭാരതത്തിൻ്റെ VFX ടീമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി VFX ടീമായിരുന്നു. ഇപ്പം നല്ല കിടുക്കാഴ്ച. അതായത് എനിക്ക് 3Dയിലാണ് കണ്ടത്. ഇത് 2Dയിൽ ഇത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ 3Dയിൽ ഇതൊക്കെ ജസ്റ്റിസ് നമുക്ക് തരുന്നുണ്ട്. കാര്യം ആ കാണുന്നതിനെല്ലാം 3D ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു ജസ്റ്റിസ് ഉണ്ട്. നമ്മുടെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് ഒരു ജോർജ് സ്റ്റാക്കോവിച്ച്, ഒരു സൈബീരിയനാണ്. പേരെനിക്കറിയത്തില്ല, എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ പുള്ളിയുടെ സിനിമാറ്റോഗ്രാഫിയൊക്കെ ഒരു രക്ഷയില്ല. മാസ്റ്റർ പീസ് മൂവി. ആ അടിപൊളി VFXും കാര്യങ്ങളും എല്ലാം വെച്ച് നിങ്ങൾക്ക് വർത്താണ്. ഓക്കെ, നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നല്ല 3D. ഞാൻ കണ്ടത് 3D ആണ്, അതും ഡോൾബി അറ്റ്മോസിലാണ്. എയറിസ് പ്ലസ്, ട്രിവാൻഡ്രത്തുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്ററാണ് എയറിസ് പ്ലസ്. അപ്പം എയറിസ് പ്ലക്സിലാണ്, Audi 1-ലാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് കീട്ടുക്ക് സ്ക്രീനും നല്ല കീട്ടുക്ക് സൗണ്ട് എഫക്ട്സും ഒക്കെ അടിപൊളിയാണ് സിനിമ എല്ലാവരും കാണേണ്ട ഒരു സാധനം തന്നെയാണ് കേട്ടോ. അപ്പം കാര്യം മിസ് ചെയ്യരുത്. നല്ല സൂപ്പർ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയ്ക്ക്. അപ്പം നമ്മുടെ മൂവി റേറ്റിങ്ങിലോട്ട് പോകാം. ഞാൻ ഈ മൂവിക്ക് കൊടുക്കാൻ പോകുന്ന റേറ്റിംഗ്
ഒരു 4.3 ഉള്ളൂ. കാര്യം പ്രഭാസും മ്യൂസിക്കും എന്നെ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആക്കി. ബാക്കിയെല്ലാം സൂപ്പറാണ്. സിനിമയൊക്കെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടതാണ്. നല്ല സിനിമാറ്റിക് യൂണിവേഴ്സ്, നല്ല കിടുക്കാച്ചയായിട്ട് വരാൻ പോകുന്നൊരു യൂണിവേഴ്സിനാണ്. സോ മസ്റ്റ് വാച്ചാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പറയുക.